ഹായ് ഫ്രണ്ട്സ്, നിറക്കൂട്ട് വ്ളോഗ്സ് ഇന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ മിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്, ഒരു സവാള, ഒരു സലാഡ് വെള്ളരി എന്നിവ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നന്നായി നീളത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയാലോ. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് തീ കത്തിച്ച ശേഷം പാൻ ഒന്ന് ചൂടാകുമ്പോൾ 1 സ്പൂൺ ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മലക്കറികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കൈവശം മറ്റ് മലക്കറികൾ ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാവുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും പൊതുവായിട്ട് കാണുന്ന കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ബീട്രൂട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത ഐറ്റം ചേർക്കാം. ബീട്രൂട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. ബട്ടറിൽ നന്നായിട്ട് മൂക്കുമ്പോഴത്തേക്കും നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ക്യാരറ്റും ബീട്രൂട്ടും കൂടി ആയപ്പോൾ നല്ല കളർഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള നീളത്തിനരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് വരും. അപ്പോൾ സവാള കുറച്ച് നേരം ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും. അടുത്തതായിട്ട് ഒരു സലാഡ് വെള്ളരി നീളത്തിനരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു അടപ്പ് പാത്രം ഉപയോഗിച്ച് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. മൂടി വെച്ചിങ്ങനെ വേവിക്കുമ്പോഴേക്കും ഈ മലക്കറികളിലുള്ള ജലാംശമെല്ലാം മൊത്തം ഇതിലേക്ക് വരുന്നതാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരും. അതിനുശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അടപ്പ് മാറ്റി മലക്കറി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൂടി കൊടുക്കുക. ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എരിവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാവുന്നതാണ്. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് കുറച്ച് ഇളക്കിയ ശേഷം മൂടി ഉപയോഗിച്ച് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ചേർക്കാനായിട്ട് അവിച്ച മുട്ട കൂടി എടുക്കുന്നുണ്ട്. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അവിച്ച മുട്ട കൂടി ഒന്ന് നീളത്തിന് അരിഞ്ഞെടുക്കാം. മുട്ടയ്ക്ക് പകരം വേവിച്ച ഇറച്ചിയോ സോയാബീനോ ഒക്കെ ചേർക്കാവുന്നതാണ്. മുട്ട കൂടി ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെൽത്തി ഐറ്റം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി കുറച്ച് അലങ്കോല പണികളായാലോ. അങ്ങനെ ഒരു മുട്ടയുടെ മുകളിൽ അലങ്കോല പണികളൊക്കെ നടത്തി ഞാനങ്ങ് സർവ് ചെയ്തു. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.